കിട്ടന് കിട്ടേണ്ടത് കിട്ടിയാൽ കിട്ടൻ നന്നാവും എന്നൊരു ചൊല്ലുണ്ട് കേട്ടോ. അത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അക്ഷരം പ്രതി ശരിയായി വരികയാണ്. പാകിസ്ഥാന് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കാര്യം അടപ്പൂരി പോവും എന്ന് മനസ്സിലായി. മാത്രമല്ല അവിടെ ഇൻറ്റേർണലായിട്ടുള്ള ഫൈറ്റ്, അതായത് ആളുകൾ, ജനങ്ങൾ ആകെ ഭയവിഹ്വലരാണ് പാകിസ്ഥാനിൽ. അതിൻ്റെ കാരണം എന്തെന്നറിയോ? യുദ്ധം മാത്രമല്ല, സിന്ധു നദി ജലക്കരാർ അതായത് അതിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നു, അതവിടെ മരവിപ്പിച്ച് വെക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് പ്രശ്നമായ പാകിസ്ഥാൻ തകരും. അത് ഈ പാകിസ്ഥാനിൽ ഭരിക്കുന്ന ആ പട്ടാളം ഉണ്ടല്ലോ, അവന്മാരെ കഴിയും. അതുപോലെ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഷഹബാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള ഇവന്മാരെ കഴിയും. ആളുകൾക്കറിയാം, ജനങ്ങൾക്കറിയാം. അവിടെ ബോധമുള്ളവന്മാർ കുറച്ചുണ്ട് കേട്ടോ, കുറച്ച് പേരുണ്ട്. കാരണം അവർ കൃഷി കൊണ്ടൊക്കെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്, അവർക്കറിയാം. അതുകൊണ്ട് അവരെന്തെന്നറിയോ, അവരിപ്പോൾ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്തെന്നറിയോ, ഇപ്പോൾ പാകിസ്ഥാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേട്ടോ. അതായത് ഇവരെ ആര് വിളിച്ചു ചർച്ചയ്ക്ക്? നമ്മുടെ രാജ്യം ഇവർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല, നമ്മുടെ പ്രധാനമന്ത്രി ഇവർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. പക്ഷേ അവർ ചർച്ചയ്ക്ക് തയ്യാറാണ് കേട്ടോ. ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആദ്യം പറഞ്ഞേക്കുന്നത്. അത് പല വിധത്തിലുമുള്ള ചർച്ച നടക്കുന്നു എന്ന് അവിടുത്തെ വിദേശകാര്യമന്ത്രി ആദ്യമേ അങ്ങ് പ്രഖ്യാപിച്ചു. ഒരു ചർച്ചയും ഇവിടെ നടക്കുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്, ചർച്ച രണ്ട് കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഭീകര പ്രവർത്തകരെ അവർ പരിപോഷിക്കുന്നതിനുള്ള ചർച്ച. രണ്ടാമത്തത് POK, അതായത് ആദ്യം അത് POK, നമുക്ക് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ, അത് നമുക്ക് ഇന്ത്യക്ക് കൈമാറുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച. രണ്ടാമത്തെ കാര്യം ഇത്, അതായത് ഭീകരരെ കൈമാറുന്നതിനുള്ള ചർച്ച. ഇത് ഭീകര പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ചർച്ച. ഇതല്ലാതെ വേറെ ഒരു ചർച്ചയും ഇല്ലെന്ന് നമ്മുടെ അർത്ഥശങ്കയില്ലാത്ത വിധം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര സമൂഹത്തോടു കൂടി കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞതാണ്. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും ചർച്ചയുണ്ടെങ്കിൽ അതിനകത്ത് മറ്റ് ഒരു മൂന്നാമസ്ഥൻ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പലരെയും കൊള്ളിച്ചാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അത് ആരെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതായത് ഒരു മൂന്നാമസ്ഥൻ്റെ ആവശ്യമില്ല ചർച്ചയ്ക്കാണെങ്കിൽ. വേണമെങ്കിൽ അവന്മാർ വന്ന് നമ്മളോട് ചർച്ച ചെയ്തോട്ടെ. പക്ഷേ ഇത് വേറെ കാര്യമൊന്നുമില്ല, ഈ രണ്ട് സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാശ്മീർ പ്രശ്നം എന്ന് പറഞ്ഞ അവന്മാർ കുറേ നാൾ പൊക്കി പിടിച്ചുകൊണ്ടിരുന്നല്ലോ. ഇപ്പോൾ അവന്മാർക്ക് അത് വേണ്ട, പ്രശ്നമില്ല. ഇപ്പം ഇന്ത്യയുടെ കാശ്മീർ അവർക്ക് വേണ്ട. ഇനി അവരുടെ കാശ്മീർ, അതായത് അവർ ഓക്യുപ്പൈ ചെയ്തേക്കുന്ന അധിനിവേശമുള്ള കാശ്മീർ, അത് നമുക്ക് വിട്ടുകിട്ടുന്നതാണ്. അതിനെ സംബന്ധിച്ചുള്ള ചർച്ച, അതാണ് ഇന്ത്യ ആദ്യം അത് പറഞ്ഞത്, നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ അതാണ്. ഇതല്ലാതെ ഇതും ഭീകരപ്രവർത്തനം സംബന്ധിച്ചുള്ള ചർച്ചയല്ലാതെ വേറെ ഒരു ചർച്ചയില്ലെന്ന് നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് ഇവന്മാർക്ക് ഇപ്പോൾ ചർച്ച വേണം. അപ്പോൾ അവിടുത്തെ വിദേശകാര്യമന്ത്രി, ഇത് ഒരു ട്രാപ്പാണ് കേട്ടോ. ഈ ചർച്ചയുടെ കാര്യം അവർ പറയുന്നത്. അതിൻ്റെ കാരണം ഷഹബാസ് ഷെരീഫിൻ്റെ പറഞ്ഞു, അതായത് ഞാൻ നരേന്ദ്രമോദിയായിട്ട് സംസാരിക്കാൻ. ശ്രീ നരേന്ദ്രമോദി ഇത് സംസാരിക്കാനായിട്ട് തയ്യാറാവും എന്ന് ഞാൻ കരുതുന്നില്ല. നരേന്ദ്രമോദിയായിട്ട് ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന്. അയാളെ ആർക്ക് വേണം ചർച്ചയ്ക്ക്? നമ്മുടെ പ്രധാനമന്ത്രിക്ക് അയാളുടെ ആവശ്യമുണ്ടോ ചർച്ചയ്ക്ക്? ഇപ്പോൾ എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനല്ല, സൈന്യത്തിൻ്റെ തലപ്പത്തിരുന്ന ആൾ, അയാൾ വിശദമായിട്ട് പറഞ്ഞു കേട്ടോ. അയാൾ ഉള്ള കാര്യം അയാൾ പറഞ്ഞു. ബ്രഹ്മോസ് അവിടെ ചെന്ന് വീണപ്പോൾ ഒരു എയർബേസ് മുഴുവൻ തകർന്നു പോയി, വ്യോമത്താവളം. അപ്പോൾ അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ്, ഒരെണ്ണം ഇവിടെ വന്ന് പതിച്ചു എന്ന് പറഞ്ഞു. ഒന്നൊന്നുമല്ല, അതൊക്കെ പതിക്കേണ്ടടുത്തൊക്കെ പതിച്ചിട്ടുണ്ട്, അത് ശരിയാക്കിയിട്ടുമുണ്ട്. ബ്രഹ്മോസ് എന്ന് പറയുന്നത് ബ്രഹ്മാസ്ത്രം തന്നെയാണ് ഇന്ത്യയുടെ, അത് ശരിയാക്കിയിട്ടുണ്ട്, റെഡിയാക്കി. ഏതായാലും അതോടുകൂടി ഉണ്ടല്ലോ, അതാ ഞാൻ പറഞ്ഞത്, കിട്ടേണ്ടത് കിട്ടിയാൽ കിട്ടം പഠിക്കും. ഇപ്പോൾ പാകിസ്ഥാൻ ഏതാണ്ട് പാഠം പഠിച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇവന്മാർ മണ്ടന്മാരല്ലേ, ഞാൻ പറഞ്ഞില്ലേ, തലയിലൊന്നുമില്ല. വലിയ ആകാരം ഉണ്ട് ഇവന്മാർക്ക്, പക്ഷേ തലയുണ്ട്, തലയിലൊന്നുമില്ല, അകത്തൊന്നുമില്ല, പുറത്തുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇപ്പം മനസ്സിലായി തുടങ്ങി ഇത് പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ തിരിയും. അപ്പോൾ അതിനിപ്പോൾ ചർച്ച വയ്ക്കും തയ്യാറാണ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം. എന്നിട്ട് മാത്രമല്ല, സിന്ധു നദി ജലക്കരാറിൽ എന്തെങ്കിലും അതിൻ്റെ ടേംസിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചയാകാം എന്നാണ്. അതിൻ്റെ ടേംസ് അല്ലല്ലോ, അതിനിപ്പോൾ ടേംസ് ഒന്നും ഇല്ല, ആ കരാറേ ഇപ്പോൾ ഇല്ല.
ഇന്ത്യ അത് തയ്യാറല്ല എന്ന് ആദ്യമായിട്ട് നട്ടലോടുകൂടി ഇന്ത്യ അവിടെ പറഞ്ഞു, ഞങ്ങൾ ഇതിന് തയ്യാറല്ല എന്ന്. ശരിയാണ്, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ടേംസ് അതിലുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ നള്ളിഫൈ ചെയ്യാണ്, അതില്ല. ഇനി അവന്മാർ കരാറിൽ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം എന്നിപ്പോൾ പറഞ്ഞേക്കാണ്. ലോകബാങ്ക് ആദ്യമേ കൈയൂരി. കാരണം ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല, ഇവർ ലോകബാങ്കിനെ കൊണ്ട് ഇത് ഏതാണ്ട് ശരിയാക്കിക്കും എന്നുള്ളതാണ്. വേൾഡ് ബാങ്കൊന്നും ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യക്ക് പ്രശ്നമല്ല. അപ്പോൾ അത് വന്നപ്പോൾ അവർ ഈ നമ്മുടെ രാജ്യം ശരിയായിട്ട് വ്യക്തമാക്കി. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഇങ്ങനെയുള്ള ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയില്ല, തീർന്നു. 2 വിഷയത്തിലുള്ള ചർച്ചയല്ലേ ഉള്ളൂ. അത് ഈ സിന്ധു നദീജല കരാർ അത് ഉൾപ്പെടുന്ന പോലുമില്ല. ഇപ്പോൾ അതിന് ചർച്ചയായിട്ട് വന്നേക്കാണ്. ഇതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. യവന്മാരെ വിശ്വസിക്കാൻ ഒക്കത്തില്ല. ഇനി ഇത് മാത്രമല്ല, ഇവർക്ക് ചർച്ച വേണ്ട ആരൊക്കെയാണെന്നറിയോ? 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് ചൈന. വളരെ ഇൻഡിപെൻഡൻ്റ് അല്ലേ ചൈന? അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻഡിപെൻഡൻ്റ് ആണ് ചൈന. നമ്മൾ വ്യാപാരം ഉണ്ടെന്നുള്ളതല്ലാതെ ചൈനയുമായിട്ട് യാതൊരു സ്നേഹബന്ധവുമില്ല. അടുത്തത് തുർക്കി ചെയ്തേക്കുന്ന പണി അറിയാമല്ലോ. ഇതുപോലുള്ള നന്ദി കെട്ടവന്മാരെ കാണാൻ കിട്ടും. ഇന്ത്യയുടെ എല്ലാ സഹായവും വാങ്ങിയെടുത്ത് കേട്ടോ. ഓപ്പറേഷൻ ദോസ്ത് എന്നായിരുന്നു നമ്മൾ ആദ്യം ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, അവിടെ ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്ത സഹായത്തിൻ്റെ പേര് ഓപ്പറേഷൻ ദോസ്ത് എന്നാണ്. ആ ദോസ്ത് അവർ കാണിച്ചല്ലോ. ദോസ്ത് എന്തുവാന്ന്? അവന്മാർ ഉള്ള മിസൈൽ അവിടെ മിസൈലല്ല, അവർ ഡ്രോൺ മിസൈൽ മുഴുവൻ ചൈനയുടെ സബ്സ്റ്റാൻഡേർഡ് ആയിരുന്നു, എല്ലാം അടിച്ചു കളഞ്ഞു. ഈ തുർക്കിയുടെ ഡ്രോൺ എന്ന് പറയുന്ന അവന്മാർ അതിനകത്ത് അഗ്രഗണ്യന്മാരാണ്. അതിനകത്ത് ആ രീതിയിൽ അത് നിർമ്മിക്കാൻ മിടുക്കരാണ്. അങ്ങനെ കുറേ ഡ്രോണൊക്കെ ഇവിടെ പതിച്ചിട്ടുണ്ട്. നമ്മൾ കഴിയുന്നിടത്തോളം നിർവീര്യമാക്കിയിട്ടുണ്ട് അതിനെ. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ നാശം എന്തെങ്കിലും നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വരുത്തിയിട്ടുള്ളത് മുഴുവൻ ഈ തുർക്കിയുടെ ഡ്രോണുകളാണ്. നന്ദി കെട്ട ചതിയന്മാരാണ് അവരാണ് അടുത്ത മധ്യസ്ഥന്മാർ. അവർ മധ്യസ്ഥത വഹിക്കാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കാണ്. ഒരു കൈ കൊണ്ട് പാകിസ്ഥാന് വാരിക്കോരി ഡ്രോണുകളെല്ലാം കൊടുക്കുന്നു, നമ്മുടെ ജനങ്ങളെ ഉപദ്രവിക്കാനും കൊല്ലാനും നമ്മൾക്ക് നാശം ഉണ്ടാക്കാനും. എന്നിട്ട് നമ്മളുമായിട്ട് ചർച്ചയ്ക്ക് അവന്മാർ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന്. ഇവൻ്റെയൊക്കെ മധ്യസ്ഥത ആർക്ക് വേണം? ഒരു കാരണവശാലും ഈ ചൈനയും തുർക്കിയും അടുപ്പിക്കാൻ പാടില്ല ഈ ചർച്ച. അതാദ്യമേ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇന്ത്യ പറഞ്ഞു, വ്യക്തമാക്കി. ഒരു ചർച്ചയിൽ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടെങ്കിൽ അവർ നേരിട്ട് ചർച്ച ചെയ്തോണം. ഒരു 3-ാം കക്ഷി ഇതിൻ്റെ ഇടയിൽ വേണ്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞത് വേറെ ആളുകളെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കേട്ടോ. ഇപ്പം ഇത് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ എമ്മാർ ഇപ്പോൾ കാല് പിടിച്ച് പുറകെ നടക്കുകയാണ് ചർച്ച വേണോ വേണ്ടയോ എന്ന് ഇന്ത്യ തീരുമാനിക്കും. അതിൽ ഏത് ചർച്ച വേണമെന്നുള്ളത് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ചർച്ചയാവാം. POK ഇന്ത്യക്ക് അവകാശപ്പെട്ടത് വിട്ടുകിട്ടണം. മറ്റേത് ഭീകരപ്രവർത്തനം അവിടെ പാടില്ല. ഇന്ത്യയിൽ ഇനി എപ്പോൾ ഭീകരപ്രവർത്തനം ഉണ്ടായാലും അതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഭീകരർ ഇന്ത്യയിൽ എവിടെ ഇനി കൂട്ടക്കൊല നടത്തിയാലും അത് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ അവിടെ അടിച്ചങ്ങ് തകർക്കും. അതാണ് ചെയ്യുന്നത്. ആ ഭീകര താവളങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെ ഇനി ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നിടത്ത് അടിച്ച് തകർക്കും. അതിന് ബ്രഹ്മോസ് ഇന്ത്യക്കുണ്ട്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശക്തി.